ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ സ്മാർട്ട് ആൻഡ് സിമ്പിൾ. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 1 പാർട്ട് 1 എന്ന ടെക്സ്റ്റ് ബുക്കാണ്. ദാറ്റ് ഈസ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മിഡീവൽ വേൾഡ്, ദ സെൻറ്റർ ഓഫ് പവർ. മിഡീവൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യകാല ലോകം. ആൻഡ് ദ സെൻറ്റർ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ ഭരണകേന്ദ്രങ്ങൾ. മധ്യകാല ലോകത്തുണ്ടായിരുന്ന ഭരണകേന്ദ്രങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മധ്യകാലം എന്താണ് മധ്യകാലം എന്ന് അറിഞ്ഞിരിക്കണം. ദ പീരീഡ് ബിറ്റ്വീൻ ദ 5th and 15th century CE ഈസ് നോൺ ആസ് ദ മിഡീവൽ പീരീഡ്. ക്രിസ്തുവർഷം 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലത്തെയാണ് മിഡീവൽ പീരീഡ് അഥവാ മധ്യകാലം എന്ന് പറയുന്നത്. ബട്ട് ദ ടേം മിഡീവൽ പീരീഡ് ഡസ് നോട്ട് റെഫർ ടു ദ സെയിം പീരീഡ് ഓൾ ഓവർ ദ വേൾഡ്. പക്ഷേ ലോകത്തെല്ലാവിടെയും മധ്യകാലം ഒരേ സമയത്തായിരുന്നില്ല. ഈവൻ ദോ ദ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് മിഡീവൽ വേൾഡ് വാസ് സിമിലർ. രാഷ്ട്രീയ ഘടനയിൽ സാമ്യം ഉണ്ടായിരുന്നെങ്കിലും there were difference in the forms of authority. അധികാരഘടനയിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. There were different in Europe, Asia, Africa and America during the medieval period. മധ്യകാലത്ത് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം അധികാരഘടനയിൽ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ ഘടന സെയിം ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ മധ്യകാലത്തെ അധികാര കേന്ദ്രങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. ദാറ്റ് ഈസ് പൗരസ്ത്യ റോമൻ സാമ്രാജ്യം. ടെക്സ്റ്റ് ബുക്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ അഥവാ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ മാപ്പ് തന്നിട്ടുണ്ട്. ആ റെഡ് ലൈൻസ് പോയിരിക്കുന്നത് കണ്ട, അതാണ് ഈസ്റ്റേൺ എംപയർ. ആ ഭാഗമാണ് ഈസ്റ്റേൺ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഈ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം വ്യാപിച്ചു കിടക്കുന്നത് എന്ന്. ഇനി പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ് ഏൻഷ്യൻ്റ് എംപയർ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമായിരുന്നു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്, ഭരണ സൗകര്യത്തിന് വേണ്ടി ദ റോമൻ എംപറർ ഡയോക്ലീഷ്യൻ ഡിവൈഡഡ് ദ എംപയർ ഇൻടു 2 ഇൻ ദ 4th century CE. ക്രിസ്തുവർഷം 4ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷ്യൻ ഈ റോമൻ സാമ്രാജ്യത്തെ ഭരണ സൗകര്യത്തിന് വേണ്ടി 2ആയി തിരിച്ചു. ദസ് ദർ എമർജ്ഡ് 2 റോമൻ എംപയേഴ്സ്. അങ്ങനെ 2 റോമൻ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ദ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ അറ്റ് റോം. ഒന്നാമത്തെ പറയുന്നത് എന്താണ്? വെസ്റ്റേൺ റോമൻ എംപയർ, പാശ്ചാത്യ റോമൻ സാമ്രാജ്യം വിത്ത് ദ ക്യാപിറ്റൽ റോം. പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ അഥവാ തലസ്ഥാനം എന്ന് പറയുന്നത് റോം ആയിരുന്നു. ആൻഡ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെ രണ്ടാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം. പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഏർലിയർ നോൺ ആസ് ബൈസാൻഡിയം. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പണ്ട് ബൈസാൻഡിയം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹെൻസ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് അതർവൈസ് കോൾഡ് ബൈസാൻഡിയൻ എംപയർ. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്നത് ബൈസാൻഡിയൻ എംപയർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് നോക്കാം. കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മോസ്റ്റ് സ്ട്രാറ്റജിക് പ്ലേസ് ഇൻ ദ ഗൾഫ് ഓഫ് ബോസ്ഫറസ് ബിറ്റ്വീൻ ദ മെഡിറ്ററേനിയൻ സീ ആൻഡ് ബ്ലാക്ക് സീ. കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിറ്ററേനിയൻ സീ അഥവാ മധ്യധരണ്യഴിക്കും ആൻഡ് ദ ബ്ലാക്ക് സീ, കരിങ്കടൽ അഥവാ ബ്ലാക്ക് സീക്കും ഇടയിലുള്ള ബോസ്ഫറസ് കടലിടുക്കിലാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ദിസ് സിറ്റി വാസ് നെയ്മഡ് ആഫ്റ്റർ ദ റോമൻ എംപറർ കോൺസ്റ്റാന്റൈൻ. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാന്റൈനിൻ്റെ ശേഷമാണ് ഈ സിറ്റി അറിയപ്പെടാൻ തുടങ്ങിയത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇറ്റ് റിമൈൻഡ് ആസ് ദ ക്യാപിറ്റൽ സിറ്റി ഈവൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഓട്ടോമൻ തുർക്സ്. ഓട്ടോമൻ തുർക്കികളുടെ ഭരണകാലത്തും ഈ സിറ്റി
ക്യാപിറ്റൽ സിറ്റി തന്നെയായിരുന്നു, തലസ്ഥാനം തന്നെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കലയിലും വാസ്തുവിദ്യയിലും കോൺസ്റ്റാന്റിനോപ്പിൾ നല്ല പേര് കേട്ട ഒരു സിറ്റി ആയിരുന്നു. അറ്റ് പ്രസൻറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ് നോൺ ബൈ ദ നെയിം ഇസ്താംബുൾ. പക്ഷേ ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്ന പേരിലാണ്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് ചെറിയൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടുത്തെ പ്രത്യേകത എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നോക്കാം. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് വിൽ ഡ്യൂറൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദ വാഴ്സ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിസ് ലോസ്. അതായത് ചരിത്രം നീതിപരമായി ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങളെ മറക്കുകയും ജസ്റ്റീനിയൻ്റെ നിയമങ്ങളെ ഓർക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റീനിയൻ്റെ നിയമങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമല്ലോ അല്ലേ, എന്നാലല്ലേ ഓർക്കുന്നത്. ചരിത്രം ഓർക്കുന്നു പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഒബ്സർവേഷൻ ഓഫ് വിൽ ഡ്യൂറൻറ്റ് അബൌട്ട് ജസ്റ്റീനിയൻ ദ ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ ഇസ് ഗിവൺ ബിലോ. ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, വിൽ ഡ്യൂറൻറ്റ് എന്ന് പറഞ്ഞൊരാൾ ജസ്റ്റീനിയനെ കുറിച്ച് നടത്തിയ നിരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റീനിയൻ ഈസ് ദ codification of all the existing Roman laws into a code of law, corpus juris civilis. അതായത് ജസ്റ്റീനിയൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന എല്ലാ നിയമങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു നിയമസംഹിത ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ജസ്റ്റീനിയൻസ് കോഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ്, ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ജസ്റ്റീനിയൻ്റെ ഈ നിയമസംഹിത യുക്തി, നീതി, ഔദാര്യം എന്നിവയെ ബേസ് ചെയ്തായിരുന്നു. മെനി നാഷൻസ് അഡോപ്റ്റഡ് ഫോർ ഫ്രെയിമിംഗ് ദെയർ ലോസ്. കുറേ രാജ്യങ്ങൾ ഈ നിയമസംഹിത അഡോപ്റ്റ് ചെയ്തു അവരുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി. ജസ്റ്റീനിയൻസ് കോഡ് ഓൾസോ സെർവ്ഡ് ആസ് ദ ബേസ് ഫോർ ദ കോഡ് ഓഫ് ലോ ഓഫ് ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ ഫ്രഞ്ച് ഭരണാധികാരിയായ നെപ്പോളിയൻ്റെ കോഡ് ഓഫ് ലോ, അതായത് നിയമസംഹിത ഉണ്ടാക്കുന്നതിന് വേണ്ടി ജസ്റ്റീനിയൻ്റെ നിയമസംഹിത എടുത്തു എന്നാണ് പറയുന്നത്. എടുത്തു മീൻസ് അഡോപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഈ ജസ്റ്റീനിയൻ കോഡ് ഓഫ് ലോനെ നമ്മൾ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. കോർപ്പസ് ജൂറിസ് സിവിൽസിന് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ദ കോഡ്, ദ ഡൈജസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫസ്റ്റ് വൺ കോഡാണ്. എന്താണ് കോഡ് എന്ന് നോക്കാം. ദ ബുക്ക് കണ്ടെയ്നിങ് ദ ലോസ് പ്രിവെയിൽഡ് ഇൻ ദ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് ദ കോഡ് എന്ന് പറയുന്നത്. ഇനി ദ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ ജൂറിസ്റ്റ്സ് റിഗാർഡിംഗ് ദ ലോസ്. ഈ നിയമസംഹിതയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ച് അവിടെയുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങളെല്ലാം കൂടി അടങ്ങിയ ഒരു ബുക്കാണ് ദ ഡൈജസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദ സ്മോൾ ബുക്ക് ഇൻറ്റൻറ്റഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ലോ. നിയമം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ബുക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലാണ് ഈ നിയമസംഹിത നിലനിൽക്കുന്നത്. ദ ഈസ്റ്റേൺ റോമൻ എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയൻ. ജസ്റ്റീനിയൻ്റെ ഭരണശേഷം ഈസ്റ്റേൺ റോമൻ എംപയർ തകരാൻ തുടങ്ങി. ഇറ്റ് കൊളാപ്സ്ഡ് വിത്ത് ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ തുർക്സ് ഇൻ ദ 15th century. ഇതെങ്ങനെയാണ് തകർന്നത്? 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ വന്നിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്തു, കൈയടക്കി കഴിഞ്ഞപ്പോൾ ആ റോമൻ സാമ്രാജ്യം തകർന്നു. ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നു. അപ്പോൾ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും പറയുന്നുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ നോക്കാം. പീരിയഡൈസേഷൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തെ നമ്മൾ ഓരോ പീരീഡുകളായിട്ട് ഭാഗിക്കുന്നില്ലേ? പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം എന്നിങ്ങനെ നമ്മൾ ചരിത്രത്തെ തിരിച്ചിട്ടുണ്ട്.
എങ്ങനെയാണ് അത് തിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് വാസ് ദ റോമൻ എംപയർ വിച്ച് വാസ് ടേക്കൺ ആസ് ദ ബേസ് ഫോർ ഡിവിഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് പീരീഡ്സ്. ലോക ചരിത്രത്തെ പല പല പീരീഡുകളായിട്ട് തിരിക്കാനായി ബേസായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ റോമൻ എംപയറിനെയാണ്. റോമൻ സാമ്രാജ്യത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോക ചരിത്രത്തെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. The ancient period commences from the origin of human beings and ends with the downfall of Western Roman Empire in 476 CE. പ്രാചീന കാലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച, ക്രിസ്തുവർഷം 476 പാശ്ചാത്യ റോമൻ സാമ്രാജ്യം തകർന്നത്. അന്ന് വരെയുള്ള കാലത്തെയാണ്, മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ അന്ന് വരെയുള്ള കാലത്തെയാണ് നമ്മൾ പ്രാചീന കാലം അഥവാ ഏൻഷ്യൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദ പീരീഡ് അപ് ടു ദ ഡൗൺഫോൾ ഓഫ് ദ ഈസ്റ്റേൺ റോമൻ എംപയർ ഇൻ 1453 CE ഈസ് കൺസിഡേർഡ് ആസ് മിഡീവൽ പീരീഡ്. വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ, അതായത് പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച കഴിഞ്ഞിട്ട് അവിടുന്ന് മുതൽ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ച വരെ 1453 ക്രിസ്തുവർഷം 1453 ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തകർന്നത്. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് മുതൽ ഈസ്റ്റേൺ റോമൻ എംപയർ തകർന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലം അഥവാ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. ദ മോഡേൺ പീരീഡ് ഈസ് ഫ്രം 1453 CE ഓൺവേർഡ്സ്. ക്രിസ്തുവർഷം 1453 മുതൽ പിന്നെ ഇങ്ങോട്ടേക്കുള്ള എല്ലാം നമ്മൾ ആധുനിക കാലം അഥവാ മോഡേൺ പീരീഡ് എന്ന് പറയുന്നു. ഇങ്ങനെയാണ് 3ആയിട്ട് നമ്മൾ കാലഘട്ടത്തെ തിരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഹോളി റോമൻ എംപയർ എന്താണെന്ന് നോക്കാം. ഹോളി റോമൻ എംപയറിൻ്റെ മാപ്പും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കേട്ടോ. The Western Roman Empire with its capital at Rome came to an end due to the continuous invasions of the Germanic tribes. അതായത് ജർമ്മൻ ഗോത്രവർഗക്കാരുടെ തുടർച്ചയായ കയ്യേറ്റം മൂലം റോം തലസ്ഥാനമായ വെസ്റ്റേൺ റോമൻ എംപയർ അഥവാ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം അവസാനിച്ചു എന്നാണ് പറയുന്നത്. The territories of the Roman Empire were captured by different nomadic tribes. റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികളൊക്കെ കൈയടക്കിയത് ആരാണ്? പല വിധത്തിലുള്ള ഗോത്രവർഗക്കാരും കൈയടക്കി. ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് എമംഗ് ദം വാസ് ഫ്രാങ്ക്സ്. അതിൽ ഏറ്റവും ഫേമസ് ആയിരുന്നത്, കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് ഫ്രാങ്കുകളായിരുന്നു. ദ എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രാങ്ക്സ് വാസ് ദ ഫ്രാങ്കിഷ് എംപയർ. അങ്ങനെ ഫ്രാങ്കുകൾ വന്ന് ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അവിടെ. അത് ഫ്രാങ്കിഷ് എംപയർ, ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് അറിയപ്പെട്ടു. The famous emperor of the Frankish Empire was Charlemagne of the Carolingian dynasty. കരോളിഞ്ചിയൻ വംശജനായ ഷാലിമാൻ ആയിരുന്നു ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ, ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും ഫേമസ് ആയ ചക്രവർത്തി. ദ എംപയർ ഓഫ് ഷാലിമാൻ വാസ് ലാർജർ ദാൻ ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ നേരത്തെ പഠിച്ച ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെക്കാളും വലുതായിരുന്നു ഷാലിമാൻ്റെ ഏത് സാമ്രാജ്യം? ഫ്രാങ്കിഷ് എംപയർ, ഫ്രാങ്കിഷ് സാമ്രാജ്യം. ഷാലിമാൻ സേവ്ഡ് പോപ്പ് ലിയോ III, the spiritual head of Catholic Church, from the tribal attack of ലോംബാർഡ്സ്. ലോംബാർഡ്സ് എന്ന സ്ഥലത്ത് നടന്ന ഗോത്രവർഗക്കാരുടെ അറ്റാക്കിൽ നിന്ന് കാത്തോലിക് ചർച്ചിൻ്റെ ഹെഡായ പോപ്പ് ലിയോ III ഷാലിമാൻ രക്ഷപ്പെടുത്തി. As a token of gratitude, the Pope Leo crowned him as the Holy Roman Emperor. അതിനുപകാരമായി, രക്ഷിച്ചതിനൊരു ഉപകാരമായിട്ട് പോപ്പ് ലിയോ എന്ത് ചെയ്തു? ഈ ഫ്രാങ്കിഷ് എംപററായ ഷാലിമാന് ഹോളി റോമൻ എംപറർ, അതായത് വിശുദ്ധ റോമൻ ചക്രവർത്തി എന്ന പേരിൽ കിരീടധാരണം ചെയ്തു കൊടുത്തു. ഹെൻസ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ഹോളി റോമൻ എംപയർ. അങ്ങനെ ഈ ഫ്രാങ്കിഷ് എംപയർ എന്തെന്നറിയപ്പെട്ടു? ഹോളി റോമൻ എംപയർ എന്നറിയപ്പെട്ടു, വിശുദ്ധ റോമൻ സാമ്രാജ്യം എന്നറിയപ്പെട്ടു. ആദ്യം വെസ്റ്റേൺ റോമൻ എംപയർ എന്നറിയപ്പെട്ടത്, അത് കഴിഞ്ഞിട്ട് ഫ്രാങ്കുകൾ വന്ന് കൈയടക്കിയപ്പോൾ ഫ്രാങ്കിഷ് എംപയറായി. അത് കഴിഞ്ഞിട്ട് പോപ്പ് ലിയോനെ രക്ഷിച്ചപ്പോൾ പോപ്പ് ലിയോ കിരീടധാരണം നടത്തി കൊടുത്തു. അങ്ങനെ ഇത് എന്തെന്നറിയപ്പെട്ടു? ഹോളി റോമൻ എംപയർ എന്നറിയപ്പെട്ടു.
ഷാലിമാൻ വാസ് എ ഗ്രേറ്റ് കോൺകർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഷാലിമാൻ നല്ലൊരു പടയാളിയും നല്ലൊരു ഭരണാധികാരിയും കൂടിയായിരുന്നു. ഹി ബ്രോട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് സ്വേ. ഷാലിമാൻ ഓൾമോസ്റ്റ് എല്ലാ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസും പാശ്ചാത്യ യൂറോപ്യൻ ഭാഗങ്ങളെല്ലാം ആളുടെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഹി എക്സ്പാൻഡഡ് ഹിസ് എംപയർ ത്രൂ പൊളിറ്റിക്കൽ ഏലിയൻസസ് ആൻഡ് മാട്രിമോണിയൽ റിലേഷൻസ്. ഷാലിമാൻ എങ്ങനെയാണ് ഷാലിമാൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. ത്രൂ പൊളിറ്റിക്കൽ ഏലിയൻസസ്, അതായത് രാഷ്ട്രീയ ഉടമ്പടികൾ അതിൽ കൂടെയും, പിന്നെ മാട്രിമോണിയൽ റിലേഷൻസ്. മാട്രിമോണിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തിലേക്ക് കല്യാണം കഴിക്കാം, അങ്ങനെയും ഷാലിമാൻ്റെ സാമ്രാജ്യം വിപുലീകരിച്ചു എന്നാണ് പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ. ഷാലിമാൻ്റെ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണം നടപ്പിലാക്കിയെന്നാണ് പറയുന്നത്, കൊണ്ടുവന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗൺസ്. പ്രാദേശിക ഭരണങ്ങളെല്ലാം കൗൺസ് എന്ന പേരിലുള്ള ഓഫീസേഴ്സിനെ ഏൽപ്പിച്ചു. ടു കീപ് ആൻ എഫക്റ്റീവ് ചെക്ക് അപ്പോൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ കൗൺസ് ഹി ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയ്മഡ് മിസി ഡൊമിനിസി. കൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഓഫീസേഴ്സ് പ്രാദേശിക ഭരണം അഥവാ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ ഷാലിമാൻ ചുമതലപ്പെടുത്തി. അവരാണ് മിസി ഡൊമിനിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിലീഫ് ഫണ്ട്സ് വെർ ക്രിയേറ്റഡ് ഫോർ ഹെൽപ്പിംഗ് പുവർ. പിന്നെ പാവങ്ങളെ സഹായിക്കാനായിട്ട് കുറേ റിലീഫ് ഫണ്ട്സൊക്കെ ഷാലിമാൻ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്, ക്രിയേറ്റ് ചെയ്തു. A network of educational institutions was established under the leadership of ഷാലിമാൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു നെറ്റ്വർക്ക് തന്നെ ഷാലിമാൻ ആളുടെ സാമ്രാജ്യത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ റിസൾട്ടൻറ്റ് ഇൻ്റലക്ച്വൽ അവേക്കനിങ് വാസ് നോൺ ആസ് കരോളിഞ്ചിയൻ റിനൈസൻസ്. ഈ ഒരു ഉണർവിനെയാണ് കരോളിഞ്ചിയൻ നവോത്ഥാനം അഥവാ കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന് പറയുന്നത്. വിത്ത് ദ ഡെത്ത് ഓഫ് ഷാലിമാൻ ദ ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജ്വലി കൊളാപ്സ്ഡ്. അങ്ങനെ ഷാലിമാൻ്റെ മരണശേഷം ഈ ഫ്രാങ്കിഷ് എംപയർ എന്തായി? ഭാഗം വെച്ച് അവസാനം കൊളാപ്സായി എന്നാണ് പറയുന്നത്, നശിച്ചുപോയി, ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് എന്താണ്? ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്, എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിൻ്റെ തകർച്ചയും പഠിച്ചു. അതിലൊരു ഭരണാധികാരിനെ നമ്മൾ പരിചയപ്പെട്ടത് ആരാണ്? ജസ്റ്റീനിയൻ ആണ് കേട്ടോ. ജസ്റ്റീനിയൻ്റെ നിയമസംഹിതയാണ് നമ്മൾ പരിചയപ്പെട്ടത്. പിന്നെ വന്നത് വെസ്റ്റേൺ റോമൻ സാമ്രാജ്യമാണ്. അത് ഉടനടി എന്തെന്നറിയപ്പെട്ടു? ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്നും അതിനുശേഷം ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെട്ടു. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഭരണാധികാരി ആരാണ്? ഷാലിമാൻ ആണ് കേട്ടോ. ഷാലിമാൻ ഫേമസ് ഫ്രാങ്കിഷ് എംപറർ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിരിക്കുന്നത്, റോമൻ സാമ്രാജ്യം എന്ന ഭാഗത്ത് പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ദ അറബ് എംപയർ ആണ്. അറേബ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. The region which included Iraq, Iran and Saudi Arabia was known as Arabia. അതായത് ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ എന്നീ 3 പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് അറേബ്യ എന്ന് പറയുന്നത്. അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ മാപ്പ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദ അറബ്സ് മെയ്ഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് ടു മിഡീവിയൽ വേൾഡ്. അറബികൾ ഒരുപാട് സംഭാവനകൾ നമ്മളുടെ മധ്യകാല ലോകത്തിലേക്ക് നൽകിയിട്ടുണ്ട്. In the political sphere also they contributed a lot. Muhammad, the prophet of Islam, was the head of Arab state. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡ് ആരായിരുന്നു എന്ന് പറയുന്നത്? മുഹമ്മദ് ആയിരുന്നു. ആളൊരു ഇസ്ലാം പ്രവാചകനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഇൻ 632 CE, അറേബ്യ വാസ് റൂൾഡ് ബൈ കാലിഫ്സ്. ക്രിസ്തു വർഷം 632 പ്രോഫറ്റ് മുഹമ്മദ് മരണശേഷം പ്രോഫറ്റ് മുഹമ്മദിൻ്റെ മരണശേഷം
അറേബ്യ ഭരിച്ചിരുന്നത് കാലിഫ്സ് ആയിരുന്നു. അതായത് കാലിഫ് എന്ന വംശജരായിരുന്നു ഭരിച്ചിരുന്നത്. ആരൊക്കെയാണ് ഈ കാലിഫ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി. ഏർലി കാലിഫ്സ് ആരൊക്കെയാണ്? അബൂബക്കർ, ഒമർ, ഉത്മാൻ, അലി. അവർ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടവും തന്നിട്ടുണ്ട്. Then, during their reign, the Arab Empire was very vast, which included regions from Asia Minor to Arabian Sea. Their capital was Medina. കാലിഫ്സിൻ്റെ ഭരണകാലത്ത് അറേബ്യൻ സാമ്രാജ്യം കുറച്ചും കൂടെ വലുതാവാൻ തുടങ്ങി. എവിടുന്ന് മുതൽ എവിടം വരെയാണ് പറയുന്നത്? ഏഷ്യ മൈനർ മുതൽ അറേബ്യൻ സീ വരെ അറേബ്യൻ സാമ്രാജ്യം വിപുലീകരിച്ചു എന്നാണ് പറയുന്നത്. ദെയർ ക്യാപിറ്റൽ വാസ് മെഡീന. അവരുടെ തലസ്ഥാനം അഥവാ ക്യാപിറ്റൽ എവിടെയായിരുന്നു? മെഡീനയായിരുന്നു കേട്ടോ. ആഫ്റ്റർ ദ ഏർലി കാലിഫ്സ് അറേബ്യ വാസ് റൂൾഡ് ബൈ ഉമ്മയാദ് ഡിനാസ്റ്റി. അങ്ങനെ കാലിഫ്സിൻ്റെ ഭരണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അറേബ്യ ഭരിച്ചിരുന്നത് ഉമ്മയാദ് ഡിനാസ്റ്റിയാണ്. ഉമ്മയാദ് വംശജരാണ് അറേബ്യ ഭരിച്ചിരുന്നത്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ അറേബ്യ. ഉമ്മയാദ് വംശജർ എന്ത് ചെയ്തു? അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ദ ഗോൾഡ് കോയിൻ ഡിനാർ ആൻഡ് സിൽവർ കോയിൻ ദിർഹം വേർ ഇഷ്യൂഡ് ബൈ ഉമ്മയാദ്സ്. ഗോൾഡ് കോയിനായിട്ട് അറിയപ്പെടുന്ന ദിനാറും സിൽവർ കോയിനായിട്ട് അറിയപ്പെടുന്ന ദിർഹവും കൊണ്ടുവന്നത് ഉമ്മയാദ് വംശജരാണ്. ദെയർ ക്യാപിറ്റൽ വാസ് ഡെമാസ്കസ്. ഉമ്മയാദ് വംശജരുടെ ക്യാപിറ്റൽ എവിടെയാണ്? തലസ്ഥാനം ഡെമാസ്കസിലാണെന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഉമ്മയാദ് വംശജരുടെ ഭരണശേഷം ദ അബ്ബാസിദ്സ് ബിക്കെയിം ദ റൂളേഴ്സ്. അബ്ബാസിദ് വംശജരാണ് അറേബ്യ ഭരിച്ചിരുന്നത്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് അബ്ബാസിദ്സ് ദ ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ടു ബഗ്ദാദ്. അബ്ബാസിദ് വംശജരുടെ ഭരണകാലത്ത് തലസ്ഥാനം എങ്ങോട്ടേക്ക് മാറി? ബഗ്ദാദിലേക്ക് മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് ഓരോരുത്തരും ഭരിക്കുമ്പോൾ തലസ്ഥാനങ്ങൾ ക്യാപിറ്റൽ മാറി വരുന്നുണ്ട്. അത് നന്നായിട്ട് നോക്കാം. കാലിഫ്സ് ഭരിച്ചിരുന്നപ്പോൾ മെഡീനയായിരുന്നു ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് ഉമ്മയാദ് വംശജർ ഭരിച്ചിരുന്നപ്പോൾ ഡെമാസ്കസ് ആയിരുന്നു ക്യാപിറ്റൽ. ദെൻ അബ്ബാസിദ് വംശജർ വന്നപ്പോഴോ ബഗ്ദാദായി മാറി ക്യാപിറ്റൽ. ഇനി പറയുന്നത് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് അബ്ബാസിദ് ഡിനാസ്റ്റി വാസ് ഹരൂൺ അൽ റഷീദ്. ഹരൂൺ അൽ റഷീദ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അബ്ബാസിദ് വംശജരിലെ ഏറ്റവും ഫേമസ് ആയ ഭരണാധികാരി. ആസ് എ ബിനോവലൻറ്റ് റൂളർ ഹി ഇംപ്ലിമെൻറ്റഡ് മെനി വെൽഫെയർ മെഷേഴ്സ്. അതുകൊണ്ട് തന്നെ ആൾ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി. It was during his period that hospitals were established in Arabia for the first time. ഹരൂൺ അൽ റഷീദിൻ്റെ കാലത്താണ് അറേബ്യയിലെ ഏറ്റവും ആദ്യമായിട്ട് ഹോസ്പിറ്റൽസ് ഒക്കെ വന്നു തുടങ്ങിയത്. ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ വാസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇസ്ലാം ആൻഡ് ദ റൂൾ ഓഫ് ലോ വാസ് സ്ട്രിക്റ്റ്ലി ഒബ്സർവ്ഡ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ നീതിയൊക്കെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ അവരുടെ നീതിന്യായ വിഭാഗങ്ങളെല്ലാം ഇസ്ലാം പ്രിൻസിപ്പിൾസിനെ മുസ്ലിം തത്വങ്ങളെ ബേസ് ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത്. ദ പീപ്പിൾ വേർ ഫ്രീ ടു ട്രാവൽ എനിവേർ ഇൻ ദ എംപയർ വിത്തൗട്ട് ഫിയർ. ഹരൂൺ അൽ റഷീദിൻ്റെ ഭരണകാലത്ത് അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഒരു പേടിയില്ലാതെ സഞ്ചരിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഹരൂൺ അൽ റഷീദ് എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടാക്ട് വിത്ത് ഹോളി റോമൻ എംപയർ ആൻഡ് സെൻഡ് അംബാസഡേഴ്സ് ടു ദ പാലസ് ഓഫ് ഷാലിമാൻ. ഇവിടെ പറയുന്നത് നോക്കാം. ഹരൂൺ അൽ റഷീദ് ഹോളി റോമൻ സാമ്രാജ്യമായിട്ട്, നമ്മളിപ്പോൾ തന്നെ പഠിച്ചുള്ളൂ, ഏതാണ് വെസ്റ്റേൺ റോമൻ എംപയർ ആയിരുന്നില്ലേ ഹോളി റോമൻ എംപയർ എന്നറിയപ്പെട്ട് വന്നത്. ആ ഹോളി റോമൻ എംപയറിലെ ചക്രവർത്തി ആരായിരുന്നു? ഷാലിമാൻ ആയിരുന്നു. ഷാലിമാനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഹരൂൺ അൽ റഷീദ്. ഷാലിമാൻ്റെ പാലസിലേക്ക് ദൂതന്മാരെയും അയച്ചിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതായത് റോമൻ സാമ്രാജ്യവും അറേബ്യൻ സാമ്രാജ്യവും തമ്മിലൊരു കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ നിന്ന്. രണ്ടും അപ്പോൾ ഒരേ കാലഘട്ടത്തിലായിരുന്നു. ഇനി നമുക്ക് ഓട്ടോമൻ എംപയറിനെ കുറിച്ച് നോക്കാം. ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം എങ്ങനെയാണ് തകർന്നത്.
ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കൈയടക്കി. അങ്ങനെയാണ് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം തകർന്നത്. തുർക്കികൾ കൈയടക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ പഠിക്കാൻ പോകുന്നത്. With the capture of Constantinople in 1453 CE by the Turkish leader Muhammad II, the Ottoman Empire was strengthened. അതായത് ക്രിസ്തുവർഷം 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിക്കാർ കൈയടക്കി. അപ്പോൾ തുർക്കിഷ് ലീഡർ ആരായിരുന്നു? മുഹമ്മദ് രണ്ടാമനായിരുന്നു തുർക്കികളുടെ ലീഡർ. അങ്ങനെ കൈയടക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യം അവിടെ ശക്തി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ബൈ ദെൻ മെനി ടെറിട്ടറീസ് ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ ഹാഡ് ബിക്കം എ പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ. അതായത് ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നു എന്നാണ് പറയുന്നത്. ദ ഓട്ടോമൻ എംപയർ റീച്ച്ഡ് ഇറ്റ്സ് സെനീത്ത് എന്ന് പറഞ്ഞാൽ അത്യുന്നതിയിലെത്തുക, അതായത് ഏറ്റവും മാക്സിമം പവറിലെത്തുക എന്ന് പറയാം. സെനീത്ത് ഡ്യൂറിങ് ദ ടൈം ഓഫ് സുലൈമാൻ്റെ കാലത്താണ് ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും മാക്സിമം പവറിലെത്തിയത്. ഹി വാസ് കോൾഡ് അൽ ഗുനൂനി ദ ലോ ഗിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമദാതാവ്. അൽ ഗനൂനി എന്ന പേരിലാണ് സുലൈമാൻ അറിയപ്പെട്ടത്, നിയമദാതാവ് എന്ന പേരിൽ. ഹി കോഡിഫൈഡ് ദ ഓട്ടോമൻ ലോസ്. ആളെന്ത് ചെയ്തു? ഓട്ടോമൻ നിയമങ്ങളെല്ലാം ഏകീകരിച്ചു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ എംപയർ. ഓട്ടോമൻ സാമ്രാജ്യത്തിലും ആൾ കേന്ദ്രീകൃത ഭരണം കൊണ്ടുവന്നു. ഡ്യൂറിങ് ദിസ് പീരീഡ് മെനി റീജിയൻസ് ഓഫ് യൂറോപ്പ് ബിക്കം പാർട്ട് ഓഫ് ദ ഓട്ടോമൻ എംപയർ. ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി എന്നാണ് പറയുന്നത്. ദസ് ദ യൂറോപ്യൻസ് റിയലൈസ്ഡ്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇവരുടെ കീഴിൽ വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്യൻസ് റിയലൈസ് ചെയ്തു. എന്താണ് റിയലൈസ് ചെയ്തത്? ദ മിലിറ്ററി സ്ട്രെങ്ത് ഓഫ് ഏഷ്യ ത്രൂ ദ ഓട്ടോമൻ റൂളേഴ്സ്. ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് അവർ റിയലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓട്ടോമൻ ഭരണാധികാരികളിലൂടെ ഏഷ്യയുടെ മിലിറ്ററി സ്ട്രെങ്ത് യൂറോപ്യന്മാർ റിയലൈസ് ചെയ്തു. ദ ഓട്ടോമൻ എംപയർ ഡിസിൻറ്റിഗ്രേറ്റഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഓട്ടോമൻ എംപയറും അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമൻ എംപയർ കുറച്ചുള്ളൂ കേട്ടോ പഠിക്കാനായിട്ട്, കുഞ്ഞിതാ. ഒരു കാര്യം കൂടി തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. സാമ്രാജ്യത്തിന് എങ്ങനെയാണ് ഓട്ടോമൻ എന്ന പേര് കിട്ടിയതെന്ന് ഇതിൽ പറയുന്നത്. അത് നോക്കിയിട്ട് ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ ഓട്ടോമൻ എംപയർ വാസ് ഫൗണ്ടഡ് ടുവർഡ്സ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ മംഗോൾ എംപയർ കൂടെ സെഞ്ചുറി ബൈ വൺ ഓഫ് ദ ട്രൈബൽ ലീഡേഴ്സ് ഓഫ് തുർക്കി, ഉസ്മാൻ. 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്ന ഒരു തുർക്കി ലീഡറാണ് ഉസ്മാൻ. ഉസ്മാനാണ് ഈ ഓട്ടോമൻ സാമ്രാജ്യം കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഹി വാസ് കോൾഡ് ഉത്മാൻ. ആൾ എന്തെന്ന് അറിയപ്പെട്ടത്? ഉത്മാൻ എന്നും അറിയപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് ഫ്രം ദീസ് ദാറ്റ് ദ നെയിം ഓട്ടോമൻ വാസ് ഡിറൈവ്ഡ്. നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം എങ്ങനെ ഉത്മാൻ എന്ന പേരിൽ നിന്നാണ് ഓട്ടോമൻ എന്ന പേര് ഉരുൾത്തിരിഞ്ഞ് വന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് മംഗോൾ എംപയർ നോക്കാം. മംഗോളിയ ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന ഇൻ സെൻട്രൽ ഏഷ്യ. മധ്യ ഏഷ്യയിലെ റഷ്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് എന്ത്? മംഗോളിയ. ഇറ്റ് ഈസ് എ റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ വാസ്റ്റ് മെഡോസ്, ഡെസേർട്ട്സ് ആൻഡ് മൗണ്ടെയ്ൻസ്. അവിടെ എന്തൊക്കെ കാണാമെന്ന് പറയുന്നത്? വിശാലമായ മെഡോസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ, വിശാലമായ പുൽമേടുകളും മരുഭൂമികളും പിന്നെ പർവ്വതങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The climate of Mongolia is extreme, severely hot in summer and extremely cold in winter. അതായത് മംഗോളിയയിലെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. കാലാവസ്ഥ എക്സ്ട്രീം ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതലായിരുന്നു, എക്സ്ട്രീം ആയിരുന്നു. എപ്പോഴൊക്കെയാണ്? സെവർലി ഹോട്ട് ഇൻ സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീംലി കോൾഡ് ഇൻ വിൻ്ററിലോ അതേപോലെ തന്നെ ഭയങ്കര തണുവായിരിക്കും എന്നാണ് പറയുന്നത്. ദ മംഗോൾസ് വേർ നൊമാഡ്സ് ഹു ലിവ്ഡ് ഇൻ ടെൻസ്. മംഗോൾസ് ആരായിരുന്നു? നാടോടികളായിരുന്നു എന്നാണ് പറയുന്നത്. നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ നാടോടികളായിരുന്നു. അവർ ഒരു ടെൻറ്റിലാണ് ഇങ്ങനെ ജീവിച്ചിരുന്നത്. ദർ വർ ഡിഫറെൻറ്റ് ട്രൈബ്സ് എമംഗ് ദ മംഗോൾസ് ഹു ഓൾവേസ് റോംഡ് അറൗണ്ട് ദ ഹോഴ്സ്. അതായത് കുതിരപ്പുറത്ത് ഇങ്ങനെ കയറിയിരുന്ന് നാട് ചുറ്റുന്ന ഒരു നാടോടികളായിരുന്നു ഈ മംഗോൾസ് എന്നാണ് ഇതിൽ പറയുന്നത്. അതിൽ ഒരുപാട് ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു.
It was Genghis Khan who unified them and founded the Mongolian Empire. ജെങ്കിസ് ഖാൻ ആയിരുന്നു ഈ ഒരുപാടുണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാരെ എല്ലാം ഏകീകരിച്ചുകൊണ്ട് മംഗോളിയൻ സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് ജെങ്കിസ് ഖാൻ ആയിരുന്നു. ദ സീറ്റ് ഓഫ് ജെങ്കിസ് ഖാൻ വാസ് അറ്റ് കാരക്കോറം ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ ഒനോൺ ഇൻ സൈബീരിയ. സൈബീരിയയിലെ ഒനോൺ നദീതീരത്തുള്ള കാരക്കോറം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു ഈ ജെങ്കിസ് ഖാൻ്റെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത്. The chief characteristic features of Mongol army was strong cavalry. അതായത് ശക്തമായ കുതിരപ്പടയായിരുന്നു ഈ മംഗോൾ ആർമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. The main attraction of the army was the small cannons which could be used while sitting on horseback. അതായത് കുതിരപ്പുറത്ത് ഇരുന്നിട്ട് യൂസ് ചെയ്യാവുന്ന ചെറിയ ചെറിയ പീരങ്കികൾ ഈ സൈന്യത്തിൻ്റെ വേറൊരു പ്രത്യേകതയായിരുന്നു. ജെങ്കിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. എസ്പിയോണേജ് എന്ന് പറഞ്ഞ ഒരു സുസംഘടിതമായ ഒരു രഹസ്യ വിഭാഗം ജെങ്കിസ് ഖാൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആർമിയിൽ ഈ ഒരു രഹസ്യ വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എസ്പിയോണേജ് എന്ന് പറഞ്ഞാൽ ചാരസംഘടന എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജെങ്കിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് എസ്പിയോണേജ്. ജെങ്കിസ് ഖാൻ ഒരു സുസംഘടിതമായ ഒരു രഹസ്യ ചാര സംഘടനയെയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. To connect the distant place of the empire with the administrative center, the Mongolians introduced postal system using horses. അതായത് ആ ഒരു സാമ്രാജ്യത്തിലെ പല പ്രദേശങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കുതിരയെ ഉപയോഗിച്ചിട്ടുള്ളൊരു തപാൽ സമ്പ്രദായം മംഗോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് കൊറിയർ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് കൊറിയർ എന്നറിയപ്പെട്ടത്. ദ കൊറിയർ സിസ്റ്റം ഓഫ് ജെങ്കിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. വളരെ വേഗതയും കാര്യക്ഷമവുമായ ഒരു കൊറിയർ സിസ്റ്റം ആയിരുന്നു ജെങ്കിസ് ഖാൻ്റെ എന്നാണ് പറയുന്നത്. മധ്യകാല ലോകത്തെ ഇനി ഈ ചാപ്റ്ററിൽ പറയാനുള്ള അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.